നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ചെൽസി ബേൺലിയോട് 1-1 സമനിലയിൽ പിരിഞ്ഞിരുന്നല്ലോ. 1-1 സമനില എന്ന് പറയുമ്പോൾ ജാവോ പെഡ്രോ ഒരു ഗോൾ അടിച്ചു. പക്ഷേ ഫ്ലെമിംഗ് അവസാന ഘട്ടത്തിൽ ബേൺലിക്കായിട്ട് ഗോളടിച്ച് കളി സമനിലയാക്കുകയായിരുന്നു. കളിയിൽ വെസ്ലി ഫൊഫാനയ്ക്ക് 72-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷം കളിക്ക് ശേഷം കടുത്ത വംശീയ അധിക്ഷേപത്തിനാണ് അദ്ദേഹം വിധേയമായിരിക്കുന്നത്. ഒടുവിൽ അദ്ദേഹം ആ പോസ്റ്റുകൾ, അതായത് വംശീയമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കി വെച്ചു. എന്നിട്ട് അദ്ദേഹം അതിനോട് കുറിച്ചത് ഇങ്ങനെയാണ്: 2026 പക്ഷെ ഇപ്പോഴും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്, ഒന്നിനും ഒരു മാറ്റവുമില്ല. ഈ ആളുകൾക്ക്, ഇങ്ങനെ വംശീയാധിക്ഷേപം നടത്തുന്നവർക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും ലഭിക്കുന്നില്ല. നിങ്ങൾ വലിയ ക്യാമ്പയിനൊക്കെ റേസിസത്തിനെതിരെ നടത്തും, പക്ഷേ ആരും പ്രത്യേകിച്ചും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ എന്ന് വെസ്ലി ഫൊഫാന പറഞ്ഞു. അദ്ദേഹം ഒരുപാട് പോസ്റ്റുകൾ അതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കുരങ്ങൻ്റെ സിമ്പിൾസ് അദ്ദേഹത്തിന് അയക്കുന്നു. അങ്ങനെ ഒരുപാട് തെറി വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി പോയി നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. വലിയ രൂപത്തിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു ഫൊഫാനയെ. ചെൽസി ആരാധകരെന്ന് പറയുന്നവരാണ് മത്സരം സമനിലയായതിന് അദ്ദേഹമാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വംശീയമായിട്ടുള്ള അധിക്ഷേപം അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ചെൽസി താരത്തിനൊപ്പം നിന്നുകൊണ്ട് വലിയ രൂപത്തിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് ചെൽസി പറയുന്നത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ബിഹേവിയറുകൾ വെച്ച് ഉറപ്പിക്കില്ല. ചെൽസിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയാണ്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ചെൽസി ഫുട്ബോൾ ക്ലബ് ഈസ് അപ്പൽഡ് ആൻഡ് ഡിസ്ഗസ്റ്റഡ് വെയിൽ ഓൺലൈൻ റേസിസ്റ്റ് അബ്യൂസ് ഡയറക്റ്റഡ് അറ്റ് വെസ്ലി ഫൊഫാന. ഫൊഫാനയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ വളരെ മ്ലേച്ഛമായിട്ടുള്ള റേസിസ്റ്റ് അബ്യൂസ്, അതിനെതിരെ അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. അതിലവർ പറയുന്നത്, ഞങ്ങളുടെ വെസ് ഇപ്പോൾ ഈ മത്സരത്തിൽ, പ്രീമിയർ ലീഗ് മത്സരത്തിന് ശേഷം വലിയ രൂപത്തിലുള്ള വംശീയ അധിക്ഷേപത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കംപ്ലീറ്റ്ലി അൺആക്സെപ്റ്റബിൾ ആണ്. തീർച്ചയായിട്ടും ഇത് ഗെയിമിൻ്റെ വാല്യൂസിനെതിരെയാണ്, ക്ലബ്ബ് നിലകൊള്ളുന്ന വാല്യൂസിനെതിരെയാണ്. ദർ ഈസ് നോ റൂം ഫോർ റേസിസം. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ പിന്തുണ വെസ്റ്റിന് നൽകുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഫുൾ സപ്പോർട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്ലേയേഴ്സും അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അവരെല്ലാം അവരുടെ ജോബാണ് ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും we will work with the relevant authorities and platforms in identifying the perpetrators and take the strongest possible action എന്ന് ചെൽസി കുറിക്കുന്നു. ഏതായാലും അതോറിറ്റീസിനോടൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് ഇത് ചെയ്ത ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് ചെൽസി പറയുന്നു. ഇതിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലോ. പോർച്ചുഗലിൽ എന്താണ് സംഭവിച്ചത്? കളിക്കളത്തിൽ തന്നെ വിനി ജൂനിയർക്കെതിരെ ഒരുത്തൻ വംശീയാധിക്ഷേപം നടത്തി. അത് കഴിഞ്ഞില്ല, അതേ കളിയിൽ തന്നെ ബെൻഫിക്കയുടെ ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് വംശീയാധിക്ഷേപം നടത്തുന്നു. സ്പെയിനിൽ പലവട്ടം വിനി ജൂനിയർ വംശീയാധിക്ഷേപത്തിന് വിധേയനായി. ഇപ്പോൾ ഇതാ വെസ്ലി ഫൊഫാനക്ക് ദുരനുഭവം ഓൺലൈനിലൂടെ സംഭവിക്കുന്നു. ഇത് തടയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ അതോറിറ്റീസ് കൃത്യമായി നിലപാടെടുത്ത് പണിഷ്മെൻറ്റ് നടത്തിയേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.